വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ബഹാവുദ്ദീൻ ഉസ്താദ് രാവിലെ തന്നെ എന്നെ വിളിച്ചു. സൂര്യാതപം എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. ഇതുവരെ സൂര്യതാപം, സൂര്യാഘാതം എന്നൊക്കെ ആയിരുന്നു. ഇതെന്താണ് ഇങ്ങനെ? എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാനപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. സൂര്യതാപം എന്ന് ആണുള്ളതാണ് ഒരു ശരി, കാരണം സൂര്യൻ്റെ ചൂടാണ്. പക്ഷെ അതിൽ സൺസ്ട്രോക്ക് എന്ന് പറയുമ്പോൾ വെറും ചൂടല്ലല്ലോ, അതിൽ വ്യത്യാസമാണ്. ആ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ആദപാദവും ചൂടാണ്. സത്യത്തിൽ ഞാനപ്പോൾ പറഞ്ഞ ആ കാര്യം പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ കുറെ കൂടി ശരിയായിട്ടുള്ള കാര്യം അതാണ്. ഞാനിത് പറഞ്ഞത് എ മാൻ ഓഫ് പെർഫെക്ഷൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് അത് തന്നെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട്, ഒരു തവണയല്ല, ഈ സൂര്യാതപത്തിൻ്റെ കാര്യത്തിലല്ല, എപ്പോഴും അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ആ തർക്കത്തിലൊക്കെ ഈ വാക്കുകളെ കുറിച്ചാണ്. ആ വാക്കാണ് അവിടെ യോജിക്കുക. സ്ഥാനേ കെട്ടിതെന്ന് സംസ്കൃതത്തിൽ പറയും. ആ സ്ഥാനത്ത് യോജിച്ച വാക്ക് അതിൻ്റെ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, മഹാപണ്ഡിതൻ, അദ്ദേഹം ട്രാൻസ്ലേറ്റ് രചിച്ച എന്നല്ല പറയുന്നത്. സത്യത്തിൽ ഞാനിവിടെ ഈ അബൌട്ട് ദി ഓദർ എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് സമദാനി സാഹിബ് പറഞ്ഞത് ശരിയാണ്. മറ്റുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഓദർ എന്ന് പറയാം. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. അതെ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടില്ല. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ. എനിക്ക് കുറേ വർഷത്തെ വളരെ അടുത്ത പരിചയമുള്ള വ്യക്തിയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. എപ്പോഴും എനിക്കൊരിക്കലുള്ള ഒരു വലിയ അനുഭവം, ഞാൻ ഒരു പുസ്തകം എഴുതി, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, ഒരു അമുസ്ലിമിൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം. അപ്പോൾ ഇതേപോലെ ഞാൻ അറബി ഭാഷ എനിക്കറിയില്ല, അറബി ലിപി അറിയില്ല. മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ വെച്ചാണ് ഞാൻ കുറേ കാലമായിട്ട് പലതവണ വായിച്ച ഹദീസും ഖുർആനൊക്കെ വായിച്ചിട്ടാണ് ഈ ഒരു ധാരണയിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് എനിക്ക് തോന്നിയത് പോരല്ലോ, ധാരാളം ഈ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണയുള്ള എത്രയോ ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണ്, യഥാർത്ഥ മുസ്ലിങ്ങൾ ആരാണ് എന്ന് കാണിക്കാൻ എന്തെങ്കിലും എഴുതണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയില്ല, ഞാനൊരു സംഗതി എഴുതി ഉണ്ടാക്കിയിട്ട് അവസാനം എൻ്റെ ഒരു സുഹൃത്തിനെ, ഒരു ഇസ്ലാമിക വലിയ തോതിലുള്ള ആളല്ല, ഇസ്ലാമിക പണ്ഡിതനെ ഏൽപ്പിച്ച് അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, ഖുറാനിൽ ധാരാളം പരിഭാഷകളുണ്ട്. ആ പരിഭാഷകൾ പലതിനും പല ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്നെ കാണിച്ചുകൊണ്ട് മാത്രമല്ല, കുറച്ച് വളരെ ഉയർന്ന രീതിയിൽ അധികം പണ്ഡിതന്മാരെ കാണിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ മനസ്സിലറിയാവുന്ന ഞാൻ ഇദ്ദേഹത്തിന് കാണിക്കാൻ, ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഞാനൊരു നല്ല ബന്ധം, പക്ഷേ അദ്ദേഹത്തെ കാണിക്കാനുള്ളൊരു മടി എന്ന് പറഞ്ഞാൽ ഇത് മോശമാണ് എന്നൊക്കെ പറഞ്ഞാലുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളിയിൽ കാണിക്കേണ്ട, ഈ പുസ്തകം തയ്യാറാക്കിയത് വെളിയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. സത്യത്തിൽ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ അതിലെ എല്ലാ ചെറിയ അക്ഷരത്തെറ്റുകൾ പോലും തിരുത്തി, ഞാനിപ്പോഴും അമൂല്യ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഞാൻ ടൈപ്പ് ചെയ്ത സംഗതിയാണ്. ടൈപ്പ് ചെയ്ത അക്ഷരത്തെറ്റൊന്ന് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് കൊടുത്തിരുന്നത്. അത് എല്ലാ ഇതും തെറ്റി അതിൽ പരിഭാഷയിൽ വന്നിട്ടുള്ള ചില പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. മാത്രമല്ല, അദ്ദേഹം അതിനൊരു ഔദാരികയും എഴുതി. അത്രയും വളരെ നമ്മൾ സാധാരണഗതിയിൽ പണ്ഡിതന്മാരോട്, ഇപ്പം നമ്മൾ ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മാതൃക പിന്തുടരുന്ന ആളാവണമല്ലോ. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലാളിത്യം, പാണ്ഡിത്യം, എല്ലാവരോടും സമശീർഷമായിട്ട് പെരുമാറാനുള്ള കഴിവ്, അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ടല്ലോ. ആ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഞാൻ ഇദ്ദേഹത്തെ ഇരുത്തി പറയുക, മറ്റുള്ള ആളുകൾ മോശമാക്കി പറയുകയല്ല. പാണ്ഡിത്യം ഏത് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും, സാമുദായികതയിലാണെങ്കിലും, മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, വൈജ്ഞാനിക രംഗത്താണെങ്കിലും ഒക്കെ ഉണ്ട്. പാണ്ഡിത്യം തലയിലേറിയാൽ തനക്കരം കൂടുന്ന പറയാം. ഭയങ്കരമായ ഞാൻ അറിവുള്ള ആളാണ് എന്നുള്ള തോന്നൽ തല ഇങ്ങനെ കുറെ കൂടി കനക്കും.
എന്നാണ് മിക്ക ആളുകളൊക്കെ അത് തന്നെയാണ്, നമുക്കൊക്കെ അനുഭവമുള്ള ആൾ. പക്ഷേ എനിക്ക് പരിചയമുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറയുന്നത് ലാളിത്യത്തിൻ്റെ, മാനുഷികതയുടെ ഒക്കെ പര്യായമാണ്, അറിവിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പറ്റുന്ന രൂപത്തിലുള്ള മുഴുവൻ മനസ്സിലാക്കിയിട്ടേ അദ്ദേഹം പറയുള്ളൂ, അല്ലാതെ വെറുതെ പറയില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് കൂടുതൽ അദ്ദേഹത്തിന് ഈ തരത്തിൽ അദ്ദേഹം കറക്റ്റ് ചെയ്ത് ഒന്നും മാത്രമല്ല, ഞാനിതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഒരു മുസ്ലിമിൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് ഞങ്ങളുടെ തന്നെ ഒരു പബ്ലിക്കേഷൻ വെച്ചിട്ട് ഇറക്കിയിരുന്നു. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാനൊന്നും അറിയില്ല, അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. എന്നാൽ ദാറുൽ ഹുദ അത് ഏറ്റെടുത്തിട്ട് ബുക്ക് പ്ലസിന്, എനിക്കത് ബുക്ക് പ്ലസിൻ്റെ ആദ്യത്തെ പുസ്തകം മറ്റേതാണിത്. എനിക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ ഞാൻ കുറേ പുസ്തകങ്ങൾ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള നിമിഷം, എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ഏറ്റവും അഭിമാനമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വായിച്ചാൽ എനിക്ക് വായിക്കാൻ പറ്റാത്ത ലിപിയിലുള്ള 2 ഭാഷകളിൽ ഇപ്പോൾ വന്ന് 3ാമത്തെ ഭാഷയിൽ അതിൻ്റെ പരിഭാഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റാലിയൻ ഭാഷ എനിക്കറിയില്ല, കണ്ടാൽ ഒന്നും അറിയില്ല. ആഫ്രിക്കയിൽ ഹൗസ എന്നൊരു ഭാഷയുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ 2 ഭാഷകളിൽ ഉൾപ്പെടെ ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, അങ്ങനെ 7 ഭാഷകളിൽ ഈ പുസ്തകം വന്നു. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ വളരെ ആദരവോടുകൂടി കാണുന്ന വ്യക്തിയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹം അത് ഏറ്റെടുത്ത് ഇത്രയും സ്ഥലങ്ങളിൽ ആ ഭാഷകളിൽ ഇറങ്ങി അത്രയും പുസ്തകം വായിക്കുമ്പോൾ ആരെങ്കിലും അവർ നോട്ട് ചെയ്യില്ല എഴുതിയ ആൾ ആരാണ്, ഇത് തയ്യാറാക്കിയ ആരാണെന്ന് നോക്കുമ്പോൾ എൻ്റെ പേര് വരുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു മികവെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ, ഒരു ബഹുമതി കിട്ടാൻ വഴിവെച്ചിട്ടുള്ളത് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഈ മുസ്ലിമിൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വായിച്ച ഈ പരിഭാഷ, ഖുറാൻ പരിഭാഷ, അത് ആധികാരികമാണോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ സംഗതി വായിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്കിപ്പോൾ വളരെ അഭിമാനത്തോട് പറയുന്നുണ്ട്, ഏത് പണ്ഡിതൻ്റെ മുമ്പിലും വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ ഒരു വലിയ വളരെ ഗംഭീരമായ പദവിയിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഒരു പദവിയിലുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ വായിച്ച് കറക്റ്റ് ചെയ്ത് അതിലൊരു തെറ്റുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പബ്ലിഷ് ചെയ്തോളം പറഞ്ഞ അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് പബ്ലിഷ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഈ ഹാർഡ് കോപ്പി തന്നെ ഉണ്ടല്ലോ, ഈ പരിഭാഷ, ആ പരിഭാഷയുടെ നേരത്തെ സമദാനി സാഹിബ് പറഞ്ഞ പോലെ ആ പരിഭാഷ പോലെ തന്നെയാണ് ആയിരിക്കണം. ഇതിന് ഈ ആപ്പിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അറിയുമെന്നറിയില്ല, പല ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്തായിട്ട് ഇസ്ലാമോഫോബിയ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. ഞാൻ ചില ആളുകളുടെ പേര് പറയുന്നില്ല, ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും. അവരൊക്കെ ശരിയായി ഖുർആൻ അറബിയിൽ പഠിച്ചിട്ട്, ഇതിന് ഇസ്ലാമിക പണ്ഡിതന്മാരല്ല, അല്ലാത്ത ചില ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം ആ പേരുകളൊക്കെ. അവർ പഠിച്ചിട്ട് ഭീകരമായ രൂപത്തിൽ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന വളരെ ശരിയായിട്ടുള്ള പദത്തെ സ്ഥാനയെ കെട്ടി ഭീകരമായ രൂപത്തിൽ ഇസ്ലാമിനെ ആക്രമിക്കും. നമുക്കൊക്കെ വളരെ സങ്കടം തോന്നും. അപ്പോൾ ശരിയായത് എന്താണ് എന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തേക്ക് വരണം. ആളുകൾ വലിയ പുസ്തകം നോക്കി എപ്പോഴും കൊണ്ടു നടക്കുന്നില്ല. ഇത് നോക്കുമ്പോൾ എന്താണ് ശരിയാണോ, ഇത് ഇവർ പറയുന്ന വ്യാഖ്യാനം ശരിയാണോ, ഈ സബാഷിനെ പോലുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരം അത് ശരിയാണോ എന്ന് ആളുകൾക്ക് ഈ ആപ്പ് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഒരു ലോക നിലവാരത്തിലുള്ള പണ്ഡിതനാണ്. അപ്പം അങ്ങനെ അതിനുള്ളൊരു വഴി വെച്ചു എന്നുള്ളതാണ് ഈ ഹാദിയയുടെ ഏറ്റവും നല്ലൊരു കർത്തവ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന കുറേ ആളുകൾ ഇനിയും സംസാരിക്കാനുണ്ട്. എന്തായാലും ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ വന്നതിലും എന്നെ ക്ഷണിച്ചതിനും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഹാദിയയുടെ ഇതിന് ഉദ്ഘാടന ദിവസം ബഹാവുദ്ദീൻ ഉസ്താദിനെ വിളിച്ചിരുന്നു. അന്ന് ഞാനിവിടെ സ്ഥലത്തുണ്ടായില്ല. പിന്നെ എപ്പോഴും ഇതിലൊക്കെ പോകുമ്പോൾ സങ്കടം തോന്നും. കാരണം ഇവിടെ വരാൻ പറ്റിയില്ല. ഇന്ന് വരാൻ പറ്റിയെന്ന് മാത്രമല്ല, സാദിഖൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ഇവരൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു രചനയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങിൽ വരിക, നിങ്ങളെ കാണുക, സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ മികവാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഞാൻ പലപ്പോഴും ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി ജനിക്കാൻ പ്രേരണയായതുപോലും
ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് 2 ശിഷ്യന്മാരെത്തി. 2 വ്യത്യസ്ത മതത്തിൽ ജനിച്ച ആളുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ അവർ പിന്നീട് അത് വിട്ടിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പേര് മാറ്റാൻ വന്നതാണ്. ഞങ്ങൾ ഇനി അതാണ് മറ്റത് ഉപേക്ഷ. അവരിലൊരാൾ മുസ്ലിമായിരുന്നു. അപ്പോൾ ഗുരു അവളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഖുറാൻ വായിച്ചിട്ടില്ലേ, ഹദീസുകളൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും തെറ്റായിട്ടൊരു കാര്യം പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ അത് വായിച്ച് അത് ശരിയായിട്ട് പഠിച്ച് അത് മനനം ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗുരു പറഞ്ഞ വേറൊരു വാചകം കൂടിയുള്ളത്, എല്ലാവരും എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിച്ചാൽ നമ്മൾ നല്ല മനുഷ്യരാവും എന്നുള്ളതാണ്. ഞാൻ നല്ലൊരു മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മറ്റേ നേരത്തെ പറഞ്ഞ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയൊക്കെ വിരോധം കാണിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ വായിച്ച ഹദീസ് വായിച്ച ആളല്ല ഞാൻ സമബുദ്ധിയോട് കൂടിയിട്ട് സമഭക്തിയോട് കൂടിയിട്ടാണ് ഇസ്ലാം വായിച്ച് പഠിച്ചത്. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ബഹാവുദ്ദീൻ ഉസ്താദിനോട് എൻ്റെ ശ്രമങ്ങളെ കറക്റ്റ് ചെയ്ത് തന്നിട്ട് ഇത്രയും വിശാലമായിട്ട് ഇത്രയും ലോകത്തിലെ പല ഭാഷകളിലേക്ക് ഇത് എത്തിച്ചേരാൻ സഹായിച്ച അദ്ദേഹത്തോട് ഇതുവരെ നേരിട്ട് ഞാൻ അതിൻ്റെ പേരിൽ നന്ദി പറഞ്ഞില്ല. ആ നന്ദി കൂടി ഇവിടെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരോടും നന്ദി പറയുന്നു, നിർത്തുന്നു.